വലിയ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകളാണ് അധികാരമേറ്റ് 2-2.5-3 മാസക്കാലം എത്തുമ്പോഴേക്കും ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് അതിൻ്റെ സാഹചര്യം എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് 2026-27 ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ബഡ്ജറ്റ് രേഖകൾ ആർക്കും പരിശോധിക്കാം. 10,189 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവച്ചിരുന്നു. അങ്ങനെ നീക്കിവെച്ച് പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു, LDF പരാജയപ്പെട്ടു, VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് വന്നു. പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്ഥിതി എന്താ? 1,553 കോടി രൂപയുടെ കുറവ് വന്നിരിക്കുകയാണ്. അപ്പൊ 1,553 കോടി രൂപയുടെ കുറവ് വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പദ്ധതികളുടെ നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഏതാണ്ട് 1,80,000-ഓളം പദ്ധതികൾ ഈ കോതമംഗലം നഗരസഭയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിറ്റുനടക്കം യൂത്തന്മാർക്ക് വിരുന്നൊരുക്കും CMA നിങ്ങൾക്കെതിരെ ഉയരുന്നു LDF-ൻ പ്രതിഷേധം